ശ്രീലങ്കയിലെ ഒരു ഗ്രാമത്തിൽ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. എന്നാൽ ആ ജീവിതം പോലും അവർക്ക് നരകതുല്യമാക്കിക്കൊണ്ട് അവരെ ആ രാജ്യത്ത് നിന്ന് പോലും ഓടിക്കാൻ തയ്യാറായി ചില അധികാരികൾ. ഈ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കുമെന്ന് പേടിച്ചു കഴിയുന്ന ഗ്രാമവാസികൾ. ഹിന്ദുക്കൾക്ക് മുഗൾ വംശജർ കൊടുത്ത ബുദ്ധിമുട്ടുകൾ സഹിക്കാനാവാതെ ജീജാബായി തന്റെ മകൻ ശിവാജിക്ക് ശത്രുക്കളുടെ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്ത് വീരാതി വീരന്മാരുടെ കഥകളൊക്കെ പറഞ്ഞ് അവനെ ഒരു മഹാവീരനായി മാറ്റി ശത്രുക്കളോടൊപ്പം യുദ്ധത്തിനായി പറഞ്ഞയച്ചു. ആ സമയത്ത് മുഗൾ വംശജരുടെ സേനാധിപതി അഫ്സൽ ഖാൻ എന്നൊരാളുണ്ടായിരുന്നു. അവൻ എങ്ങനെയുണ്ടായിരിക്കുന്നറിയോ? 7 അടി ഉയരമുണ്ടായിരുന്നു. അവന് കാണാൻ ഒരു രാക്ഷസനെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ശിവാജിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പ അവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്നേഹിതനാവാന്നും പറഞ്ഞ് ശിവാജിയെ വിളിച്ച് ഒന്നും അറിയാത്തതുപോലെ നാടകം കളിച്ച് ശിവാജിയുടെ മുതുകത്ത് കത്തികൊണ്ട് കുത്തിക്കളഞ്ഞു. എന്നുവെച്ചാ പ്രേം നസീർ മരിച്ചുപോയമ്മേ? ഇല്ല മോനെ, ശിവാജി നശിപ്പിക്കാൻ കഴിയാത്ത ഒരു കവചം ധരിച്ചിരുന്നു. എന്നിട്ട് ശിവാജി താൻ ധരിച്ചിരുന്ന ഇരുമ്പ് നഖം കൊണ്ട് അഫ്സൽ ഖാന്റെ നെഞ്ചിൽ കുത്തി കീറിക്കളഞ്ഞു. രാക്ഷസന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയെന്നും പറഞ്ഞ് ജനങ്ങളെല്ലാവരും ശിവാജിയെ കണ്ട് ഛത്രപതി വിജയിക്കട്ടെ, ഛത്രപതി വിജയിക്കട്ടെ എന്ന് വിളിച്ചു കൂവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണമ്മേ? തനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ ഒരു സാധാരണ മനുഷ്യന്, മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം ത്യാഗം ചെയ്യുന്ന ഒരു ത്യാഗിയാണ് ഛത്രപതി. എന്നിട്ട് എന്താണെന്ന് പറയമ്മേ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ശിവാജി തന്റെ സ്നേഹമുള്ള അമ്മയ്ക്ക് വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി സ്വർണം കൊണ്ട് ഊഞ്ഞാല് കെട്ടി അമ്മയെ മഹാറാണിയെ പോലെ നോക്കിയിരുന്നു. ഞാൻ പഠിച്ച് വലിയൊരാളായി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു പുതിയ വീട് കെട്ടിത്തരാം. അമ്മയെ കഷ്ടം എന്താണെന്ന് അറിയിക്കാതെ മഹാറാണി പോലെ നോക്കും ഞാൻ. മോനെ, മോൻ വലിയ ആളായി വരും. നീ ആരാടാ എന്റെ അമ്മേനെ മഹാറാണി പോലെ നോക്കാൻ? നീ പോയി നിന്റെ അമ്മേനെ മഹാറാണി പോലെ നോക്കടാ. എന്തൊക്കെയാടാ ഈ പറയുന്നേ? അമ്മ ഒന്നും പറയണ്ട. നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടാണല്ലോ അവന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അമ്മേനെ കല്യാണം കഴിച്ചതെന്ന്. അങ്ങനെ നോക്കുമ്പോ ഞാൻ അമ്മേന്റെ മോൻ, അവൻ അമ്മേന്റെ മോനല്ല. അങ്ങനല്ല മോനെ. രാമനും ലക്ഷ്മണനും പോലും ഒരേ അമ്മയുടെ മക്കളല്ല. പക്ഷേ ചേട്ടനനുജന്മാർക്ക് ഉദാഹരണമായി ഇപ്പോഴും ജനങ്ങൾ അവരുടെ പേരാ പറയുക. നിങ്ങളും അവരെ പോലെ എന്നും ഒരുമിച്ചുണ്ടാവണം. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതെനിക്ക് മരണത്തെക്കാൾ വലിയ ശിക്ഷയാ മക്കളെ. അമ്മ അമ്മ, ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ? അമ്മയ്ക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ടാ മാങ്ങ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കെന്തൊക്കെയാ ഇഷ്ടമെന്ന് എന്നെക്കാളും നീയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിന്നോട് എനിക്ക് അഭിമാനം തോന്നുന്നു. ഇതെവിടുന്നാ കിട്ടിയേ? അമ്മേ, സത്യമ്മാവന്റെ തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ചു വന്നതാ. ആണോടാ? ഇല്ലമ്മ. അവൻ കള്ളം പറയാമേ. സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെടണമെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് ഇറങ്ങിയതാ. സത്യം ചെയ്യാൻ പറ. സത്യമായിട്ട് പറഞ്ഞേ. എന്നുവെച്ചാ മോഷ്ടിച്ചതാണോ? മോഷ്ടിച്ചോടാ? പറയടാ, നീ മോഷ്ടിച്ചോ? പറയേ. നീ ഒരു വലിയ ആളാവെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. നിന്നെ ഇനി ഒരിക്കലും എനിക്ക് കാണണ്ട. എന്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? പോടാ. സത്യേട്ടാ. എന്താ മോളെ? സത്യേട്ടാ, എന്റെ മോൻ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് 2 മാങ്ങ മോഷ്ടിച്ചെടുത്തോണ്ട് വന്നു. ദയവേത് അവനോട് ക്ഷമിക്കണം. അയ്യോ, അറിയാം മോളെ. 2 മാങ്ങ വേണമെന്ന് ചോദിച്ചു. ഞാനാ പറഞ്ഞ എടുത്തോണ്ട് പോകാൻ. വെറുതെ ഞാൻ എടുത്തോണ്ട് പോവില്ല. കുറച്ചെങ്കിലും കാശ് തന്നിട്ടേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു.
ഇനിയും 4 എടുത്തിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോ ഈ ജോഡി ആയിട്ടുള്ള മാങ്ങ ഞാനും എന്റെ അനിയനെയും പോലെയാ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാ എടുത്തത്. ചേച്ചി എന്തിനാ ചേച്ചി അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശിവ, ശിവ, നീ എവിടെയാ മോനെ? ശിവ, ശിവ, മോൻ എന്തിനാ അമ്മയോട് സത്യം പറയാതെ പോയത്? സത്യം പറയാൻ പറഞ്ഞിട്ട് പോലും നീ പറഞ്ഞില്ലല്ലോടാ. എന്തുകൊണ്ടാ? സത്യം ചെയ്യാതൊരു വാക്കും സത്യം ചെയ്തു കഴിഞ്ഞൊരു വാക്കും അങ്ങനെ ഒരിക്കലും എന്റെ വാക്ക് മാറില്ല അമ്മ. എനിക്കറിയാം മോനെ, വാ നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് നല്ല ഉറക്കം വരുന്നു. കുറച്ചുനേരം അമ്മയുടെ മടിയിൽ കിടന്നോട്ടെ. കിടന്നു മോനെ. എന്റെ പേര് ഭദ്ര. ശിവാജി. ബാജിറാവ് സാർ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് 2000 പേരുണ്ട്. നമുക്ക് നിങ്ങൾ നോക്കിയും കൊണ്ട് ചെയ്ത താങ്ക് യു സർ. താങ്ക് യു സാർ. ദാ നോക്കൂ, നിങ്ങളൊക്കെ വേറൊരു നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതാ. ശരിക്കും പറയാൻ നിങ്ങളെ ആരും ഞങ്ങളുടെ നാട്ടിൽ ചേർക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാജിറാവ് സാർ നിങ്ങളോടൊക്കെ അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാരും വന്ന് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് സാറ് പറഞ്ഞ കേട്ട് ജീവിക്കേണ്ട വഴി നോക്ക്. വെള്ള പേപ്പറിൽ കയ്യൊപ്പ് ഇടാനോ? ഞാൻ ഇടൂല. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. ഞങ്ങളും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ വേറെ എവിടെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കും. പക്ഷെ കയ്യൊപ്പ് ഇടാൻ പറ്റില്ല. കണ്ടില്ലേ, യാചിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത്തിരി തിമിരുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന്റെ പ്രമാണിയാണ് ഞാൻ. എനിക്ക് എത്ര തിമിരുണ്ടാവും? ഒന്നുകളെ നിങ്ങള് ഈ ഷിപ്പില് സാധനങ്ങളും കയറ്റാനും ഇറക്കാനും ഉള്ളത് മാത്രമാണ് എന്റെ ബിസിനസ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ സാധനങ്ങൾ കടലിന്റെ അകത്ത് ഉള്ളപ്പോ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങി മീൻ പിടിക്കേണ്ടി വരൂ. കാരണം ഇത് ഒരു ഇല്ലീഗൽ ബിസിനസ് ആണ്. ഈ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുമ്പോ ഗ്യാങ് വാർ പോലും സംഭവിക്കാം. പോലീസുകാരുടെ കൂടെയും പിന്നെ റൗഡികളുടെ കൂടെയും. ആരെങ്കിലും ഒരാൾ പോലീസുകാരന്റെ തോക്കിന് പേടിച്ച് സാധനം എടുക്കാതെ വന്ന അവിടെ മരിക്കേണ്ട നിങ്ങൾ ഇവിടെ മരിക്കും. സംജേ, ഈ നേരത്തെ അവൻ ചത്തോ അതോ ജീവനോടെ ഉണ്ടോ? ഇത്രയും നേരം ഒന്നും പിടിച്ചിരിക്കാനാവില്ല അണ്ണാ. ഈ സമയം അവൻ ചൊളിഞ്ഞിട്ടുണ്ടോ അണ്ണാ? അങ്ങനെയാണെങ്കിൽ ബെറ്റ് വയ്ക്കാനുണ്ടോ? ഞാൻ 1000 രൂപ വയ്ക്കുന്നു. ഞാൻ 500 രൂപ വയ്ക്കാം. അപ്പൊ അവൻ തീർച്ചയായിട്ടും ജീവനോട് തന്നെയുണ്ട്. എന്റെ ബെറ്റ് 4000. പിടിച്ച് പൊക്കടാ. അവന് ജീവനുണ്ടാവുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം അവന്റെ ശരീരം തിമിംഗലത്തിനേക്കാൾ സ്ട്രോങ്ങാ. കപ്പലിൽ ചരക്ക് തീരണമെന്നുള്ള കാര്യം അറിഞ്ഞു.
ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് ചരക്ക് കാണാതായി. ഇവിടെ വെച്ച് മോഷണം നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ആ എങ്ങനെയാടാ ചരക്ക് കാണാതായത്? അത് കലക്കി ഒരു പറ്റുകൂടെ? ഇനി ഒരിക്കൽ കൂടി ഇവനെ കടലിൽ മുക്കിയ ആ സ്രാവ് ഇവന്റെ തല കടിച്ചെടുക്കോ അതോ കാല് കടിച്ചെടുക്കോ നമുക്കൊന്ന് നോക്കിയാലോടാ. വിശന്നിരിക്കുമ്പോ ആദ്യം കാളയെ ചേട്ടാ കഴിക്കുന്നേ. ഇടാ വിവരം കിട്ടവനെ, ആ സ്രാവിന് കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇവന്റെ മുഖത്തിന്റെ ഗ്ലാമർ കണ്ട് ഇവന്റെ തല തന്നെയായിരിക്കും ആദ്യം കടിച്ചെടുക്കുക. മിണ്ടാതിരിക്കടാ, അവൻ തന്നെ പറയും. പറയടാ പറയേ. എന്നെ ഇങ്ങനെ തന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങളെ ജീവനോടെ വിട്ടേക്കാം. കെട്ടഴിച്ചാൽ തിമിംഗലത്തിന് പിന്നെ നിങ്ങളെ ശാപ്പാടാക്കും. ആഹാ. രക്തത്തിന്റെ മണമടിച്ച ആ സ്രാവ് നിന്നെ തിന്നാതെ പോവില്ല. ഇന്ന് നിന്റെ മരണം കൺഫേമാ. ഇവനെ കീഴടക്കടാ. വേണ്ട